ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. നമ്മൾ കുളത്തി വരെ പോവാണ്. ലക്കുണ്ടെങ്കിൽ മീനെ കാണിച്ചു തരാം. അപ്പം പോയി നോക്കാം, ഉറപ്പൊന്നുമില്ല. കാരണം അവിടെ ഇപ്പം ഞാൻ കുറച്ച് മീനെ കണ്ടു. കാടാണ്, ഓരോരുത്തരുടെ പറമ്പാട്ട്. അപ്പം നമുക്കിതിനകത്തോടെ ജസ്റ്റ് അപ്പുറത്തോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പോയി നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പം ഇഷ്ടം പോലെ സിലോപ്പിയ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുത്താൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ചൂണ്ട പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ അതെടുക്കാം. അല്ല വീഡിയോയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. നോക്കാം ഏതായാലും. നമ്മൾ ഇവിടെ എത്തി കുളത്തിലോട്ട് കയറുവാണ്. കയറുന്നതിന് മുമ്പ് രണ്ട് വിട്ടിലിനെ കിട്ടുവാണെങ്കിൽ എടുത്തു വെക്കാം. ചൂണ്ട ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ചെല്ലാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുകയില്ല, മീൻ പോവും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പച്ചവിട്ടിലാണെങ്കിൽ കിട്ടാൻ എളുപ്പമാണ്. ഒരെണ്ണം കൂടെ കിട്ടുവാണെങ്കിൽ രണ്ടെണ്ണത്തെ ഒന്നിച്ച് ചൂണ്ടയിലോട്ട് കോർക്കാനാണ് ഞാൻ നോക്കുന്നത്. ചൂണ്ട കിടപ്പുണ്ടോയെന്നും നോക്കണം. നമ്മുടെ ചൂണ്ട ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല പ്രാവശ്യം വെച്ചതും കാണാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാണ്, നമ്മുടെ ചൂണ്ട കാണാതെ പോകുന്നത്. പക്ഷേ നമുക്ക് വേറെ വഴികളില്ല. എന്ന് വെച്ചാൽ ഒരെണ്ണം പോയി മേടിച്ചുകൊണ്ട് വന്ന് ഏതായാലും നോക്കാം. അപ്പം ചൂണ്ട ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മുടേത് കാണുന്നില്ല. എന്തായാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ടെണ്ണത്തെ കോർത്തിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണത്തെ കോർത്തിട്ടുണ്ട്. ഇതാ ആ ഒരു ഭാഗത്തായിട്ടാണ് ആ വെള്ളം അനങ്ങുന്നിടത്തായിട്ടാണ് ഞാൻ കണ്ടത്. നമുക്കേതായാലും ഇട്ട് നോക്കാം. കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല, കാരണം നല്ല ചൂണ്ടയല്ല, നല്ല കണയല്ല. കണ പൊട്ടിയാലും ചൂണ്ട പൊട്ടിയാലും പണി കിട്ടും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചൂണ്ടയിടിയിൽ തുടങ്ങിയതാട്ടോ. സത്യം പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് ആദ്യം പറഞ്ഞാൽ നോക്കിയപ്പം മുതൽ ഇഷ്ടംപോലെ മീനിനെ കാണുന്നുണ്ടെങ്കിലും ഇവിടെ വന്നത് എല്ലാം അടിയിലൂടെ. സ്ഥിരം ഫിഷിങ്ങിന് ഇപ്പോൾ ആളുള്ളത് കൊണ്ടും നമ്മളിറങ്ങിയില്ല തന്നെ ഒരുപാട് പേര് ദിവസവും വന്ന് ചൂണ്ട ഇടുന്നുള്ള ഒരു ഏരിയ ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചൂണ്ടയിടാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടാറില്ല. അങ്ങനെ അന്ന് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം മീനിൻ്റെ അളവ് ഒത്തിരി കുറഞ്ഞു, കാരണം സ്ഥിരം മീൻപിടുത്തക്കാരായതുകൊണ്ട് തന്നെ കുളത്തിൽ വേറെ പുറത്തുനിന്നൊന്നും മീൻ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി മീനിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ കൊത്തും തീരെയില്ല, എന്നാൽ അത്യാവശ്യം കൊത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് കൊത്തുന്നുമുണ്ട്. ഏതായാലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ കുറേ നേരമായിട്ട് ഇടുന്നുണ്ട്, പക്ഷേ ഒന്ന് രണ്ട് ചെറിയ സ്ട്രൈക്കും അല്ലാതെ ഒരു മീനെയും കണ്ടില്ല. ഇവിടെ ഒരു വെള്ളത്തിപ്പളവൻ എന്നൊക്കെ പറയും നമ്മളിവിടെ, ഒരു പാമ്പ്, അതിനെ കണ്ടു. വെള്ളത്തിൽ കൂടെ പോകുന്നു. ഇവിടെ കണ്ടതല്ല, പാമ്പിനെ അല്ലാതെ മീനിനെ കുഞ്ഞുങ്ങളെ കുറേ കാണുന്നുണ്ട്, വലുതിനെ കാണുന്നേ ഇല്ല. നമ്മൾ ബോറടിച്ചിരിക്കുമായിരുന്നു. നമുക്കൊരു അപ്പോഴാണ് ഇത് പൊന്മാൻ്റെ തൂവലാട്ടോ. അവിടെ ആയിട്ട് കിടന്നാണ് ആ ഭാഗത്തായിട്ട് പൊന്മാനിൻ്റെ തൂവൽ. നല്ല സ്കൈ ബ്ലൂ വിത്തൊരു ബ്ലാക്ക് ബ്രൗൺ കളർ, നല്ലതാണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഞാൻ ഓർത്തു ഇനി പൊന്മാനെങ്ങാനും വല്ലതും ചത്ത് കിടപ്പുണ്ടോന്ന്. അങ്ങനെ ഞാനിവിടെ എല്ലാം നോക്കി, ഒന്നും ഇല്ല. പൊന്മാനൊന്നും ചത്ത് കിടന്നൊന്നുമല്ല. മീൻ കിട്ടിയിട്ടില്ല ഇതുവരെ. ആ പാമ്പിനെയും കാണുന്നില്ല, ആ പാമ്പ് പോയി. പാമ്പ് ആ ചപ്പിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങിപ്പോയി, അതും പോയി. പാമ്പിനെ പോലും നമുക്ക് കാണുന്നില്ല ഇന്ന്. വളരെ ബോറായിപ്പോയ ദിവസമാണ് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം.
ഏതായാലും അധിക സമയം നിൽക്കുന്നില്ല കേട്ടോ. ഈവനിങ് ടൈമായി, 6 മണിയാകാറായി, ഇനി ഇരുട്ടും. അതുകൊണ്ട് നമ്മൾ പോവും. അതിന് മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കാം. കാരണം ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. സിലോപ്പിയയുടെ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഭാഗത്ത്. കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ പൊങ്ങുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നിടത്തൊന്നും പൊങ്ങാറില്ല എന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും വെള്ളത്തിൻ്റെ നടുക്ക് പോയി പൊങ്ങിയാൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടോ, ആ ഓളം തട്ടിയത് മീനായിരുന്നു. അത് കുഞ്ഞുങ്ങളാട്ടോ, തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളാണ് ആ ഓളം വെട്ടിക്കുന്നത് മുഴുവൻ. വലുതല്ല, വലുതങ്ങനെ വെറുതെ ഓളം തട്ടിച്ചിട്ടിരിക്കുകയില്ല. തട്ടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയില്ല വെള്ളത്തിന് മേളിൽ. ഈ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ തീറ്റ എന്തെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ തപ്പുന്നതാണ്. അതാ ഇത് കണ്ടോ, മുഴുവൻ തിലോപ്പിയ കുഞ്ഞുങ്ങളാട്ടോ. പൊടി കുഞ്ഞുങ്ങളാണ്, എന്ന് വെച്ചാൽ നമ്മുടെ വിരലിൻ്റെ പകുതിയേ അതുങ്ങൾക്ക് വലിപ്പമുള്ളൂ. ഇതാണ് കേട്ടോ. കണ്ടോ, അത് മുഴുവൻ തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളത്. ഇപ്പം അവിടെ പൊങ്ങും, കണ്ടോ. നല്ല അടിപൊളിയായിട്ട് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ, ഫുള്ള് തിലാപ്പിയ കുഞ്ഞുങ്ങളാണ്. അപ്പം നമ്മളേതായാലും തിരിച്ചു പോവുകയാണ്, കാരണം വലിയ കാര്യമൊന്നുമില്ല ഇന്ന്. അപ്പം കുഞ്ഞുങ്ങളുള്ള സ്ഥിതിക്ക് വലുതും ഇഷ്ടം പോലെ ഉണ്ട്. സോ നമുക്കിനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇറങ്ങാം. ഈ ഭാഗത്ത് നമുക്ക് പിടിക്കണം, ഇതിൻ്റെ വലുതിനെ പിടിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ.